ശ്രീ ആരിഫ് ഹുസൈൻ, ഇപ്പോൾ നമുക്ക് ജമ്മു കാശ്മീരിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു മുസ്ലിം പൊളിറ്റിക്സിൻ്റെ വക്താവായി നിൽക്കുന്ന മുഖ്യമന്ത്രിയാണ് ഒമർ അബ്ദുള്ള, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പിതാവ് ഫറൂഖ് അബ്ദുള്ളയും അതിനു മുമ്പ് ഷെയ്ഖ് അബ്ദുള്ളയുടെയും ഒക്കെ നിലപാട് നമുക്കറിയാവുന്നതാണ്. പക്ഷേ നാഷണൽ കോൺഫറൻസിൻ്റെ സർക്കാർ ജമ്മു കാശ്മീരിൽ അധികാരത്തിലിരിക്കുന്നു. അവിടെ പോലും ഇന്ന് വന്ദേമാതരം പൂർണ്ണമായി ആലപിച്ചുകൊണ്ടാണ് സ്വാതന്ത്ര്യദിന ആഘോഷം ജമ്മു കാശ്മീരിൽ നടന്നിരിക്കുന്നത്. അവിടെയും സർക്കാരിൻ്റെ ഭാഗമാണല്ലോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. പക്ഷേ നേരെ ഇങ്ങ് കേരളത്തിലെത്തുമ്പോൾ ഇവിടെ മാത്രമാണ് ആ പ്രശ്നമുണ്ടാകുന്നത്. അത് ഈ തീവ്ര ഇസ്ലാമിക സംഘടനകളെ പ്രീണിപ്പെടുത്തുക എന്ന ഒറ്റ കാരണത്തിൽ ഒതുക്കാൻ കഴിയുന്നതാണോ ഈ വിഷയം? പാണക്കാട് നിന്നും അനുമതി ഇല്ലാത്തത് കൊണ്ട് വന്ദേമാതരം ഇവിടെ ചൊല്ലേണ്ടതില്ല എന്ന നിലപാടിലേക്ക് വി ഡി സതീശൻ എത്തിയതാണ്. നമസ്കാരം, എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാതന്ത്ര്യദിന ആശംസകൾ. വന്ദേമാതരം, ജയ് ഹിന്ദ്. നമ്മളിന്ന് 80ാമത്തെ ഈ ഒരു സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഇതെന്തുകൊണ്ടും ചർച്ച ചെയ്യപ്പെടുന്നതിൽ സന്തോഷവാനാണ് ഞാൻ. കാരണം ലോകമെങ്ങും ഇതുപോലെ രാജ്യങ്ങൾ പല പല ശക്തികളുടെ കൈകൾ കൊണ്ട് പല പല രീതിയിലുള്ള അകത്തുനിന്ന് തന്നെയുള്ള ശത്രുക്കളുടെ കൈകൾ കൊണ്ട് ഓരോ രാജ്യവും തകർക്കപ്പെടുന്നൊരു വേളയിൽ അതിൽ പെട്ടുപോകാതെ ആടിയുലയാതെ വളരെ മികച്ച രീതിയിൽ സർവൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യത്തിരുന്ന് ഇത് സംസാരിക്കുമ്പോൾ, ഇന്ത്യ പോലെ ഒരു രാജ്യത്തിരുന്ന് സംസാരിക്കുമ്പോൾ നമുക്ക് ഒരു ഇന്ത്യക്കാരൻ എന്നുള്ള നിലയ്ക്ക് അത് പറയാൻ അഭിമാനം മാത്രമേ ഉള്ളൂ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ 80ാമത്തെ ഈ ഒരു സ്വാതന്ത്ര്യദിനം നമ്മളിവിടെ ആഘോഷിക്കുന്നത്. ഈ വേളയിൽ നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമെന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മളൊക്കെ പഠിച്ചു വളരുന്ന സമയത്ത് ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ മുതൽ സ്കൂളിൽ ഹിസ്റ്ററി പഠിക്കുമ്പോൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ച് നമ്മൾ പഠിക്കും. ആ പഠിക്കുന്ന സാധനങ്ങൾ എന്തിനു വേണ്ടിയാണ് നമ്മൾ പഠിക്കുന്നത് എന്ന് ഒരിക്കൽ പോലും നമ്മളുടെ അധ്യാപകർ നമുക്ക് പറഞ്ഞു തന്നിട്ടില്ല. ഇതിങ്ങനെ പഠിക്കും, പരീക്ഷ എഴുതും, പാസ്സാവും, ഇത്രയേ ഉള്ളൂ അതിൻ്റെ ഉദ്ദേശം എന്നുള്ള രീതിയിലാണ് നമ്മൾ അത് പഠിച്ചു പോകുന്നത്. പക്ഷേ എന്തുകൊണ്ടോ നമ്മളുടെ പിന്നീടുള്ള കാലഘട്ടത്തിൽ ഈ സംഗതികളെ നമ്മളുടെ ദൈനംദിന ജീവിതവുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന തലത്തിലേക്ക് ചില കാര്യങ്ങൾ വരുന്നു. പ്രത്യേകിച്ച് പൊളിറ്റിക്സിൽ നമ്മൾ ചില കാര്യങ്ങൾ കാണാൻ അതോടൊപ്പം എൻ്റെ പേഴ്സണലായിട്ടുള്ള ഒരു സ്ഥിതി വിശേഷം എന്ന് പറയുന്നത് ഈ ഇസ്ലാമിക് പൊളിറ്റിക്സ് അല്ലെങ്കിൽ ഇസ്ലാമൈസേഷൻ ഓഫ് പൊളിറ്റിക്സ് എന്ന് പറയുന്ന സാധനം രാജ്യത്തുണ്ടാകുന്ന അതുമായി കണക്ട് ചെയ്തുകൊണ്ടുള്ള തീവ്രവാദ ഭീകരവാദ ഇഷ്യൂമായി കണക്ട് ചെയ്തുകൊണ്ടൊക്കെ സംസാരിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഇതിൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കാൻ തുടങ്ങിയപ്പോൾ ഇത് കറങ്ങി തിരിഞ്ഞ് എത്തുന്നത് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഈ പറയുന്ന സ്വാതന്ത്ര്യ സമരത്തിലേക്കും അത് ഈ പറയുന്ന 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലേക്കും പിന്നീട് അവിടുന്ന് അങ്ങോട്ട് ഓരോ വിഷയത്തിലേക്കും കടന്നു ചെല്ലും. ഇതിലെല്ലാത്തിലും ഈ പറയുന്ന സാധനം വരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാനും ഒരു വിശ്വാസിയായിരിക്കെ നമ്മൾ സൈന്യത്തിൽ പോകണമെന്ന് ആഗ്രഹിക്കുമ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് നമുക്ക് കിട്ടുന്ന കാര്യം ഇത് നമ്മൾ മുസ്ലിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളതല്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ പിന്തിരിപ്പിക്കുന്ന അവസ്ഥ. നമ്മൾ വന്ദേമാതരം എന്ന് വീട്ടിൽ പറയുമ്പോൾ അത് നമ്മൾ പറയാൻ പാടില്ല എന്ന് പറയുന്ന അവസ്ഥ വീട്ടിൽ നിന്നുണ്ടാവുന്നു. ഇങ്ങനെ ഓരോ തലത്തിൽ അത് കേട്ട് വളർന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് പിന്നീട് ഈ പറയുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തുമ്പോഴാണ് ഇതിൻ്റെ പിന്നിലുള്ള ഈ ഒരു രാഷ്ട്രീയം അത് വെറും ഒരു രാഷ്ട്രീയമല്ല എന്ന് നമ്മൾ തിരിച്ചറിയുന്നത്. ഇനി നമ്മൾ ഇപ്പോൾ ചോദിച്ച ചോദ്യം അത് വരുമ്പോൾ സത്യത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ചർച്ചയുടെ ഒരു പര്യവസാനം എന്തായിരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒറ്റവാക്കിൽ പറഞ്ഞാൽ ഇത് കോൺഗ്രസ് എന്ന ഒരു പാർട്ടിയുടെ അല്ലെങ്കിൽ BJP ഇതര പാർട്ടികൾ എന്നുള്ള നിലയ്ക്ക് നമ്മൾ നോക്കുമ്പോൾ ആ പാർട്ടികൾ എത്രത്തോളം ആളുകൾ ഏറ്റെടുക്കും എന്നുള്ളത് സംബന്ധിച്ചുള്ളൊരു കൃത്യമായ സൂചനയാണ് ഇവിടെ തരുന്നത്. നമ്മൾ ലോകത്തെ വിഷയം നമ്മൾ പറഞ്ഞു, എല്ലാ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഏത് രാജ്യത്താണോ ഏതാളുകളാണോ അവരവരുടെ രാജ്യങ്ങൾക്കും അവരവരുടെ കാര്യങ്ങൾക്കും ഒരു റെലവൻസ് കൊടുക്കുകയും അതിന് വേണ്ടിയിട്ട് നിലനിൽക്കുകയും ചെയ്യുന്ന ഒരു സന്ദേശം കൊടുക്കുന്നത് ആ ആളുകൾക്ക് ആ പറയുന്ന ആളുകളുമായിട്ട് ചേർന്ന് നിൽക്കാനുള്ള ഒരു സാധ്യതയാണ് ലോകമെങ്ങും കാണുന്നത്. അതിനെ നമ്മൾ എന്ത് വിളിക്കും? വലതുപക്ഷ ശാക്തീകരണം എന്ന് നമ്മൾ വിളിക്കും, പേരിട്ട് വിളിക്കും. അതെന്തോ ആയിക്കോട്ടെ, പേരെൻ്റെ പ്രശ്നമല്ല. ഇനി ഇവിടെ ഇതിൻ്റെ ഒരു കാര്യം ഞാൻ തുടക്കം എന്നുള്ള നിലയ്ക്ക്, ആമുഖം എന്നുള്ള നിലയ്ക്ക് പറയുന്നത്, ഇവിടെ ഇതിനെ എതിർക്കുന്ന ആളുകളുടെ വാചകങ്ങളും അവരുടെ ഓരോ വാദങ്ങളും നമ്മൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇവരെല്ലാവരും ഉപയോഗിക്കുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഇത് ഇന്ത്യ ഒരു മതേതര രാജ്യമാണ്. മതേതര രാജ്യത്തിൽ ഇതുപോലെയുള്ള ഗാനം അത് ഉൾക്കൊള്ളിക്കുമ്പോൾ അതിനകത്ത് ദൈവത്തെ സ്തുതിക്കുന്നു എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അത് മതേതര വിരുദ്ധതയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇതിനെ എതിർക്കുന്നത്. ഒന്നാമത്തെ കാരണം അതാണ്. രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത്, ഇതേ ആളുകൾ പറയുന്നു ഇതിനകത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, അതുകൊണ്ട് ഇത് എതിർക്കണം എന്നാണ് പറയുന്നത്. ഞാൻ പറയുന്നത് ഈ രണ്ട് കാരണങ്ങൾ ഇവർ മുന്നോട്ട് വെക്കുന്നത്, ഉന്നയിക്കപ്പെടുന്ന ഈ രണ്ട് കാരണങ്ങളും രണ്ടും തെറ്റാണ്. അത് രണ്ടും തെറ്റാണ് എന്നുള്ള പൂർണ്ണ ബോധ്യം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇതിനെ അനുകൂലിക്കുന്നതും ഞാൻ ഈ ഗാനം ആലപിക്കുന്നതിനെ അനുകൂലിക്കുന്നതും ഞാൻ ആലപിക്കുന്നതും. എന്തുകൊണ്ട് തെറ്റാവുന്നു എന്നുള്ളത് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. അതായത് ഒന്നാമത്തെ കാര്യം,
ഇവിടെ മതേതര വിരുദ്ധതയാണെന്നാണ് ഇവർ പറയുന്നത്. അതായത് BJP ഗവൺമെൻറ് ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ ഈ ഗാനത്തെ ഉയർത്തിക്കൊണ്ട് വന്നത് ഇതിനകത്ത് ചില ദൈവികമായ കാര്യങ്ങളുണ്ട്, ഞങ്ങൾ ഹിന്ദുത്വ പാർട്ടിയാണ്, ഞങ്ങൾക്ക് ഹിന്ദു ദേവതയോടൊക്കെ വലിയ താല്പര്യമാണ്, അതുകൊണ്ടാണ് ഈ ഗാനത്തെ ഇങ്ങനെ ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പറയുന്ന ഗാനത്തെ ഉയർത്തിക്കൊണ്ട് വന്നിരുന്നത് എന്നുണ്ടെങ്കിൽ ഇതിനാദ്യം എതിർക്കുക ഞാനായിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിനെ ഉയർത്തിക്കൊണ്ട് വന്നതിന് കൃത്യമായ കാരണം ഗവൺമെൻറ് പറയുന്നുണ്ട്. എന്താണത്? ഇതൊരു ചരിത്രപരമായ ഒരു സംഗതിയാണ്. നമ്മളുടെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൻ്റെ ആ പോരാട്ട വീര്യത്തെ നിർണയിച്ച, ബ്രിട്ടീഷുകാരെ വളരെയധികം ബുദ്ധിമുട്ടിച്ചിട്ടുള്ള ഒരു ഗാനമാണ്. ഈ ഗാനം ഇവിടെ ആലപിച്ചിരുന്നപ്പോൾ അത് പല ആളുകൾക്ക് പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ ആദ്യത്തെ പ്രശ്നം ഉണ്ടാക്കിയിരുന്നത് അന്ന് ബ്രിട്ടീഷുകാരാണെങ്കിൽ ഇന്നിപ്പോൾ ഈ BJP ഇതര ക്യാമ്പിലുള്ള ആളുകൾക്കാണ്. അത് ആരാണെന്നുള്ളത് അവരവർ തീരുമാനിക്കാം. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഇതിന് അങ്ങനെ ഒരു ചരിത്ര പ്രാധാന്യമുള്ള ഒരു ഗാനമായിരിക്കെ ഇത് അഥവാ നിങ്ങൾ ആലപിക്കുന്നുണ്ടെങ്കിൽ അത് മുഴുവൻ ആലപിക്കണം. ഇതല്ലേ അവിടെ പറഞ്ഞിട്ടുള്ളൂ. ഇത് എല്ലാവർക്കും ബാധകമല്ല. ഇപ്പോൾ നമ്മളുടെ ഏതെങ്കിലും വേദപുസ്തകത്തിലുള്ള ഒരു സാധനം നമ്മൾ എടുക്കുന്നു, എന്നിട്ട് നമുക്ക് സൗകര്യമുള്ളത് മാത്രം ആലപിക്കുകയും ബാക്കിയുള്ളത് കട്ട് ചെയ്യുകയും എന്ന് നമ്മൾ ചെയ്തു എന്ന് വിചാരിക്കുക. അപ്പോൾ ഖുർആനിലെ ഒരു സാധനം ഫാത്തിഹ ഓതുന്നു, അതിൽ ഒരു അവസാനത്തെ അത് ശരിയല്ല, അത് അന്യ മതവിദ്വേഷമാണ് പറയുന്നത്, കാഫറുകളെ വളരെ മോശമായിട്ട് പറയുന്നുണ്ട്, അതുകൊണ്ട് അത് കളയാം, നമുക്ക് ബാക്കിയുള്ളത് എടുക്കാം എന്നാണ് പറയുന്നതെങ്കിൽ ഇവരെന്താ പറയുക? അത് പാടില്ല, എടുക്കുമ്പോൾ മുഴുവൻ എടുക്കണം, അറ്റം വെട്ടരുത് എന്നല്ലേ അവർ പറയാം. അതിനെ നമ്മളും പറയണുള്ളൂ. ഇത് സ്വാതന്ത്ര്യ സമര പോരാട്ട ചരിത്രത്തിൻ്റെ ഭാഗമായ സംഗതിയാണ്. അതിനെ നിങ്ങൾ എടുക്കുമ്പോൾ അത് മുഴുവൻ എടുക്കണം. ഇത് വളരെ സിമ്പിളായിട്ടുള്ള ലോജിക്കാണ്. ഒന്നാമത്തെ കാര്യം അതാണ്. അപ്പോൾ ഇത് മതേതരമായൊരു ഒരു പോളിസിന്നോ അല്ലെങ്കിൽ മതേതരമായൊരു സംഗതിയായിട്ട് തന്നെയാണ് അവിടെ അവതരിപ്പിക്കപ്പെടുന്നത്. അപ്പോൾ ആ മതേതരമായ ഒരു സംഗതിയായിട്ട് അവതരിപ്പിക്കുന്ന സാധനത്തിൽ ആ അവതരിപ്പിക്കലല്ല അവിടെ മതേതര വിരുദ്ധത, മറിച്ച് അങ്ങനെ മതേതരമായൊരു സംഗതിയെ എതിർക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു കാരണവും ഇല്ലാതിരിക്കെ നിങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നത് ഷിർക്കാണ് എന്നുപോലെയുള്ള മതപരമായ കാര്യങ്ങൾ കൊണ്ടുവരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് റിവേഴ്സ് ആൻറ്റി സെക്യുലറിസമാണ്. എന്ന് വെച്ചാൽ അത് ഇൻഡിറക്റ്റ് ആൻറ്റി സെക്യുലറിസമാണ്. അതാണ് ഇവിടുത്തെ മതേതര വിരുദ്ധത എന്ന് പറയുന്നത്. നേരിട്ട് നമ്മൾ മതം കുത്തി ഇറക്കുമ്പോൾ മാത്രമല്ല മതേതര വിരുദ്ധത ഉണ്ടാകുന്നത്. ഇതേപോലെ വളഞ്ഞ വഴിയിൽ കൂടെ മതം തിരുകാൻ വേണ്ടി നോക്കുമ്പോഴും അത് നിങ്ങളുടെ പേഴ്സണൽ ഒപ്പീനിയൻ്റെ പേരിലാണെങ്കിലും അത് മതേതര വിരുദ്ധത തന്നെയാണ്. ഇതിനെയാണ് നമ്മൾ പച്ച മലയാളത്തിൽ റിവേഴ്സ് ആൻറ്റി സെക്യുലറിസം എന്ന് നമ്മൾ വിളിക്കുക. രണ്ടാമത്തെ കാര്യം ഇതിൻ്റെ അർത്ഥമാണ്. അർത്ഥം എന്ന് പറയുന്നത് നിങ്ങൾ ആദ്യം അത് വായിച്ച് മനസ്സിലാക്കണമെന്നേ പറയാം. അത് നിങ്ങൾക്ക് സിമ്പിളായിട്ട് വായിച്ചാൽ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമുള്ളൂ. അതിനകത്ത് ദൈവത്തെ അല്ല സ്തുതിക്കുന്നത്. നമ്മുടെ ഈ നാടിനെ നമ്മൾ ഏറ്റവും കൂടുതൽ പൊക്കിക്കൊണ്ട് നടക്കുന്ന ദൈവങ്ങളുമായിട്ട് ഇക്വേറ്റ് ചെയ്തിട്ട് ഈ നാട് ആ ദൈവങ്ങളെ പോലെയാണ് എന്ന് പറയുന്നത് അത് എന്തിനെ സ്തുതിക്കുന്നതാ? അത് ദൈവത്തെയാണോ സ്തുതിക്കുന്നത് അതോ നാടിനെയാണോ? ഇത് മനസ്സിലാക്കാൻ മദ്രസയിൽ പോയാൽ മനസ്സിലാവില്ല എന്നുള്ളതാണ് എനിക്ക് ഇവരോടൊക്കെ പറയാനുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ കൃത്യമായിട്ട് നമ്മൾ പറയുന്നു, അർത്ഥം പോലും ഇതിൽ മതേതരമായ അർത്ഥമായിട്ട് തന്നെ കാണാം. ഇനി അതൊരു ഇമേജറിയാണ്, നമ്മുടെ ഇന്ത്യൻ കൾച്ചറിന്റെ ഭാഗമായിട്ടുള്ള സംഗതിയാണ്. അത് ഉൾക്കൊണ്ട് തന്നെ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഓരോ ഇന്ത്യക്കാരൻ്റെയും ഒരു ഉത്തരവാദിത്തം എന്നുള്ളതാണ് എനിക്ക് ആമുഖമായിട്ട് പറയാനുള്ളത്.